അപ്പോൾ മൂന്നാമതും ഭരണം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ പിണറായി വിജയൻ സർക്കാർ അല്ലെങ്കിൽ LDF സർക്കാർ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നത് നിങ്ങൾ അറിഞ്ഞാണല്ലോ അല്ലേ? അപ്പൊ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നു. പുതിയ പെരുമാറ്റച്ചട്ടം വന്നു. മേലാളന്മാർക്കില്ല, കീഴാളന്മാർക്ക്, ഇവിടുത്തെ പാവപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് മാത്രമേ ഇല്ല, പാവപ്പെട്ട പ്രവർത്തകർക്ക്, രാഷ്ട്രീയക്കാർക്കല്ല പ്രവർത്തകർക്കാണ് പെരുമാറ്റച്ചട്ടം. എല്ലാ വീട്ടിലും അകത്ത് ചെന്നിരുന്ന് സംസാരിക്കുക. കാരണം പുറത്തുനിന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ വീട്ടുകാരെ ചീത്ത വിളിക്കുമ്പോൾ നാട്ടുകാരെല്ലാം കേൾക്കുമല്ലോ. അയലത്തുള്ളവരെല്ലാം കേൾക്കാതിരിക്കാൻ വേണ്ടി അകത്ത് കയറിയിരുന്ന് സംസാരിക്കണം. അതുപോലെ തന്നെ അകത്ത് കയറിയിരുന്ന് സംസാരിക്കുമ്പോൾ വീട്ടുകാർ എന്തെങ്കിലും പറഞ്ഞാൽ ക്ഷമയോട് കേൾക്കണം. കാരണം വെട്ടൊന്ന് തുണ്ടം രണ്ട് എന്നുള്ളതാണല്ലോ ഇവരുടെ ഒരു ശൈലി. നമുക്കറിയാമല്ലോ, നമ്മുടെ DP ചന്ദ്രശേഖരൻ പോലുള്ള ഒരുപാട് ആൾക്കാരെയൊക്കെ വെട്ടി നിരത്തി കഷ്ണം കഷ്ണമാക്കിയിട്ട് പിന്നെ അവരെ മരിച്ചു കഴിഞ്ഞ ആ മനുഷ്യന്മാരെ വീണ്ടും കുലംകുത്തികളെന്ന് സംബോധന ചെയ്യുന്ന ഇവരുടെ മേലാളൻ നേതാവിന്റെ ഒരു കാഴ്ചപ്പാട് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ താഴേക്കിടയിലുള്ള പ്രവർത്തകർക്ക് വളരെ വലിയ ഒരു പെരുമാറ്റച്ചട്ടമാണ് കൊടുത്തിരിക്കുന്നത്. മേലാളന്മാർക്കൊന്നും പെരുമാറ്റച്ചട്ടം കൊടുത്തിട്ടൊന്നും കാര്യമില്ല. കാരണം കടക്ക് പുറത്ത് ഒരു SFIയിലെ ഡിവൈഡിൽ ഒരു കൊച്ചിനെ തള്ളി മാറ്റുന്നു. അതുപോലെ മൈക്ക് എന്തോ ഒരു കംപ്ലൈന്റ് വന്നപ്പോഴത്തേക്ക് മൈക്കിനെയൊക്കെ അടിച്ചു കളയുന്നു. എന്തൊക്കെയാണ് ഇവരൊക്കെ രാജാക്കന്മാരും. അപ്പൊ എന്തായാലും പിണറായി വിജയൻ മൂന്നാമതും ഭരണം കിട്ടാൻ വേണ്ടിയുള്ള പുതിയ നമ്പർ, പുതിയ അടവുമായിട്ട് വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി നമ്മളുടെയൊക്കെ വീട്ടിൽ വരും. അപ്പൊ എല്ലാവരും ഞാൻ പറയാനുള്ളത്, എന്റെ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, വീട്ടിൽ വരുമ്പോൾ നിങ്ങൾ എല്ലാവരോടും മാന്യമായിട്ടൊന്ന് പെരുമാറുക. നിങ്ങൾക്ക് എത്ര ദേഷ്യം ഉണ്ടെങ്കിലും നിങ്ങളത് കളയുക. കാരണം ഇവരൊക്കെ സാധാരണ LDF പ്രവർത്തകരാണ്. അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർക്കുമൊക്കെ അമർഷമുണ്ട്. പക്ഷെ പാർട്ടി പറയുന്നവർക്ക് കേട്ടല്ലേ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അവരൊക്കെ വരുമ്പോൾ ഒന്നുമില്ല, നിങ്ങളുടെ വീട്ടിൽ പാലുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചായയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കട്ടൻ ചായയെങ്കിലും ഇട്ട് കൊടുത്ത് സൽക്കരിച്ച് മാത്രം അവരെ വിടുക. എന്തായാലും പിണറായി വിജയൻ അതുവരെ ഒന്ന് സ്വപ്നം കണ്ടോട്ടെ, ഞാൻ മൂന്നാമതും വരും, ജനങ്ങളിൽ നിന്നൊക്കെ നല്ല ഒരു ഇതാണ് എനിക്ക് കിട്ടിയത്, ഭയങ്കര സമീപനമാണ്, ഭയങ്കര സ്നേഹസ്മരണമായ പെരുമാറ്റമായിരുന്നു ജനങ്ങളിൽ നിന്ന് കിട്ടിയത് എന്നൊക്കെ വിചാരിച്ച് കുറച്ച് നാളും കൂടി സുഖമായിട്ട് ഉറങ്ങട്ടെ അല്ലേ? അത് കഴിഞ്ഞ് ജയിലിലല്ലേ ഉറങ്ങാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിണറായി വിജയന്റെ ആൾക്കാർ, നമ്മുടെ LDFന്റെ ആൾക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വളരെ സൽക്കരിച്ച് വേണം. എൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ പാലുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ചായയൊക്കെ ഇട്ട് കൊടുത്ത് വളരെ സൽക്കരിച്ച് അവരെ വിടാറുള്ളൂ. നമ്മളെ പോലുള്ള ആൾക്കാർ ഒരുപാട് ലോണും പ്രശ്നങ്ങളും ഒക്കെ ഇത്ര വിദ്യാഭ്യാസം വിവരം ഉണ്ടായിട്ട് നശിച്ച് ജീവിക്കുകയാണ്. ഇവരെ പോലുള്ള ആൾക്കാരെ കീശ വീർപ്പിച്ച് വികസിപ്പിച്ച് അങ്ങേയറ്റം അവരുടെ കീശയും അവരുടെ കുടുംബവും അവരെ ബന്ധുക്കളെയും ഒക്കെ വികസിപ്പിച്ചുകൊണ്ട് സാമ്പത്തികമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കണം. അത് നമുക്കറിയാമല്ലോ. 10 വർഷമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. സാധനങ്ങളുടെ വില, ക്ഷേമ പെൻഷൻ കൂട്ടി എന്ന് പറയുന്നത് 10 വർഷത്തിന് മുമ്പ് സാധനത്തിന്റെ വിലയൊന്നും ആലോചിച്ചൊക്കെ കൂട്ടണ്ടേ? പിന്നെ ഇത്രയാണ് 10 ഇരട്ടി കൂട്ടണം ഇവരുടെ ഈ ഒരു പോക്കനുസരിച്ച് അല്ലേ? 1 കോടി രൂപയ്ക്ക് മുകളിലുള്ള കാറാണ് 1 മാസം മുമ്പ് വാങ്ങിച്ചത്. നമ്മുടെ കാര്യമൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇതെല്ലാം മനസ്സിലിരുത്തിക്കൊണ്ട് പക്ഷെ ഭയങ്കര സ്നേഹമായിട്ട് നിങ്ങൾ പെരുമാറണം. അഭിനയിക്കാൻ എല്ലാ മനുഷ്യനും കുറച്ചൊക്കെ അറിയാമല്ലോ അല്ലേ? അതേ കണക്ക് അഭിനയിച്ച് നിൽക്കണം. ഈ പിണറായി വിജയൻ സന്തോഷമായിട്ട് സ്വപ്നം കണ്ട് ഉറങ്ങട്ടെ ഒരു 3-4 മാസം കൂടി. അത് കഴിഞ്ഞ് നമുക്ക് പണി കൊടുക്കാം. എന്തേ?